വേടനെ ആദ്യം കാണുന്നത് 2020-ലാണ്. 2020 കൃത്യം ഡേറ്റ് പറഞ്ഞാൽ 2020 ജൂൺ 6-നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ഓഫ് വോയിസ്ലെസ് ഇറങ്ങി അധിക നാളാവുന്നതിന് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് 6 വർഷങ്ങൾ. അന്ന് വേടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹിരൺദാസ് മുരളി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹിരൺദാസ് മുരളി എന്ന വേടൻ. ഇപ്പോൾ ആ പേരാരും വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. വേടൻ 100% വേടനായി, പ്രോപ്പർ വേടനായി, ആയിരങ്ങൾ ഇരുമ്പുന്ന പാട്ടുകാരനായി. എന്താണ് അവാർഡ്, കേസുകൾ, വിവാദങ്ങൾ ഈ കഴിഞ്ഞ 6 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള, ടർബുലൻ്റ് ആയിട്ടുള്ള ഒരു മാജിക്കൽ വർഷമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്? അല്ല ലൈക്ക് ഒരു ഭയങ്കര ഒരു ഹാപ്പനിങ് റോളർ കോസ്റ്റർ ആയിരുന്നു ഈ ഒരു 6 കൊല്ലങ്ങൾ. അപ്പം അത് ആ ഒരു യാത്ര, ഇത് ഈ 6 കൊല്ലം ഞാൻ യാത്ര ആരംഭിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ എന്ന് എനിക്കറിയാം. എന്നാലും കരുത്തോടെ മുന്നോട്ട് പോകണം. പിന്നെ തീർച്ചയായിട്ടും. എന്നാലും 6 വർഷം തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഇതെന്താ സംഭവിക്കുന്നത് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ വണ്ടറായി പോകാറുണ്ട്. ഞാൻ ഭയങ്കര സാധാരണ ഒരു ജീവിതം ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മാറി മറിയുക, നമുക്കൊരു സിനിമാ കഥയൊക്കെ പോലെ ഞാൻ തന്നെ അത്ഭുതപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോയിസ് ഓഫ് വോയിസ്ലെസ് തന്നെയാണ്. അങ്ങനെ നീർനിലങ്ങളിൽ അടിമയാരുടമയാര്, നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര്, തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര്, മുതുകുകൂനി തലകൾ താണുമിനിയും എത്ര നാള്. എനിക്കൊന്ന് അതിനൊരു സ്പെഷ്യൽ ഫാൻ ബേസ് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും വേദികളിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഒരു കൾട്ട് ഉണ്ട് അതിന് എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്ത് പഠിപ്പിക്കാറുണ്ട്. വോയിസ് ഓഫ് വോയിസ്ലെസ്സിനും സോഷ്യൽ ക്രിമിനലിനും അങ്ങനെ ഒരു കൾട്ട് ആരാധകരുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വേടൻ്റെ ആദ്യ വർക്കാണ്. സോഷ്യൽ ക്രിമിനൽ, വോയിസ് ഓഫ് വോയിസ്ലെസ് എൻ്റെ ആദ്യത്തെ പുറത്തു വന്ന വർക്കാണ്. എനിക്ക് അതിപ്പോ കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും പുറത്തു വന്ന ആൾക്കാർ ശ്രദ്ധിച്ച ആദ്യ വർക്ക്, ഡെബ്യൂ എന്ന് പറയാൻ പറ്റിയ വോയിസ് ഓഫ് വോയിസ്ലെസ് ആണ്. അത് കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ വേടനെ വിളിക്കുന്നുണ്ട്, പലപ്പോഴേ വിളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ഒന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ ഞാൻ എങ്ങോട്ടോ മൂന്നാർക്ക് ബസ് കയറാൻ നിൽക്കുമ്പോൾ അശ്മി ചേട്ടൻ കാലത്ത് തന്നെ വിളിക്കുക, മോനെ എവിടെ ഉണ്ടോ, എന്താ വിശേഷം? ചേട്ടാ ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് 4 കൊല്ലെങ്കിലും പുതിയ ആൽബങ്ങൾ ഇറങ്ങുമ്പോഴും നല്ലത് പറയാൻ വേണ്ടിയിട്ടും ആൽബങ്ങൾ ഇറങ്ങാത്തപ്പോൾ എവിടെ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇറങ്ങി കുറച്ചാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം വിളിക്കുന്നുണ്ട് വേടനെ, ഒരു ദിവസം വൈകിട്ടാണ്. വേട എവിടെ അനക്കൊന്നുമില്ല. അപ്പോൾ വേടൻ പറയുന്നത് ചേട്ടാ അമ്മ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേടൻ പിന്നെയും തലേദിവസം എന്തോ ആണ് മരിച്ചിട്ട്. അപ്പോൾ ആളില്ലായ്മ ഒക്കെ പറയുന്നുണ്ട്, സങ്കടം. ഞാൻ എന്തൊക്കെയോ സമാധാനപ്പെടുത്തി ഫോൺ പെട്ടെന്ന് വെച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടും എനിക്ക് വേടൻ്റെ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻ എന്നെ കുറച്ച് ആൾ കൂടെ സങ്കടപ്പെടുത്താൻ പോകുന്ന പെയിനായിരുന്നു. സങ്കടകാലങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. അത് സങ്കടകാലങ്ങൾ ഒരു വഴിക്ക് ഞാൻ അതിൻ്റെ മേലെ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓക്കെയാണ്, സ്ട്രോങ് ആണ്, മാനസികമായിട്ട് ഞാൻ സ്ട്രോങ് ആണ്. അപ്പോൾ ബേജാറില്ല. അന്നും സ്ട്രോങ് ആണ്. പിന്നെ തീർച്ചയായിട്ടും അതെൻ്റെ ആൻസസ്റ്റേഴ്സ് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ലൈക്ക് കൂടുതൽ ജോലി എടുക്കാനുള്ള ഊർജ്ജം അത് നൽകുന്നുണ്ട്.